Hi students, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം എന്താണെന്നുള്ളത് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ എന്തായിരുന്നു അത്? ഒരു ടൈം ഫ്രീക്വൻസിയിലുള്ള സിഗ്നലിനെ ഫ്രീക്വൻസി ഡിവിഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ഇൻ ദ ഫോം ഓഫ് ടൈം ഡിവിഷൻ ആൻഡ് ദിസ് ഈസ് ഇൻ ദ ഫോം ഓഫ് ഫ്രീക്വൻസി ഡിവിഷൻ. ഈ ഒരു കോംപ്ലക്സ് സിഗ്നലിനെ മൾട്ടിപ്പിൾ ഫ്രീക്വൻസീസിലുള്ള സിഗ്നൽസ് ആക്കി കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സ്, അതാണ് ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു, ഓർക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്ന കേസാണ്. അതെന്താണെന്നുള്ളത് നോക്കാം, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസും കൂടി നോക്കാം. ഓക്കെ, അപ്പോൾ ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് മുന്നേ നമ്മൾ നേരത്തെ പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ട്. അതായത് ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ കേസിൽ ഫോറിയർ ട്രാൻസ്ഫോം ഈസ് ദി സമ്മേഷൻ ഓഫ് സൈനസോയിഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അതിൽ സൈനസോയിഡ് എന്നുള്ളതിനെ മാറ്റിയിട്ട് നമുക്ക് ഇ റൈസ് ടു പവറിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതാൻ കഴിയും. ആ ഒരു ഇക്വേഷനാണ് നമ്മളിപ്പോൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. Consider the function h of t of a continuous variable t transformed into function h of another independent variable omega having range minus infinity to infinity by the equation. ഇവിടെ ഈ എച്ച് ഓഫ് ഒമേഗ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് ഫ്രീക്വൻസി ഡൊമൈൻ ആൻഡ് ഇറ്റ് കൺവേർട്ട്സ് ദ എന്തിനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്? ടൈം ഡൊമൈനിലുള്ള ഒരു ഫംഗ്ഷനെയാണ് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്? ഫ്രീക്വൻസി ഡൊമൈനിലേക്കാക്കി കൺവേർട്ട് ചെയ്യുന്നത്. സോ ഫ്രീക്വൻസി ഡൊമൈൻ എന്നതിനെ നമ്മൾ ക്യാപിറ്റൽ എച്ച് ഓഫ് ഒമേഗ എന്ന് വെച്ചിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ദി ഇൻറ്റിഗ്രേഷൻ ഓഫ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എച്ച് ഓഫ് ടി. എച്ച് ഓഫ് ടി എന്ന് പറയുന്നത് എന്തായിരുന്നു? ടൈം ഡൊമൈനിലുള്ളത്. അതായത് ടൈം ഫ്രീക്വൻസീസിലുള്ള ഡിഫറെൻറ്റ് ടൈം ഫ്രീക്വൻസീസിലുള്ള സിഗ്നൽസിൻ്റെ സമ്മേഷൻ ആണ് എന്നുള്ളത് നമുക്കറിയാം അല്ലേ? സോ ഇവിടെ മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഡിഫറെൻറ്റ് ടൈം ഫ്രീക്വൻസീസിലുള്ള എച്ച് ഓഫ് ടികളുടെ ഒരു സമ്മേഷൻ, അതാണ് ഈ കാണിച്ചിരിക്കുന്ന ഇക്വേഷൻ വെച്ച് പറഞ്ഞിട്ടുള്ളത്. മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എച്ച് ഓഫ് ടി ഇ റൈസ് ടു ഐ ഒമേഗ ടി ഇ പവർ ഐ ഒമേഗ ടി ഡി ടി. ഓക്കെ, ഇവിടെ ചില സമയത്ത് ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ ടി എന്ന് കാണാറുണ്ട്. അതായാലും കറക്റ്റ് തന്നെയാണ്, അത് അതിൻ്റെ ഇൻവേഴ്സ് പ്രോപ്പർട്ടീസിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും കറക്റ്റ് തന്നെയാണ് എന്നർത്ഥം. ഓക്കെ, ദെൻ ഈ എച്ച് ഓഫ് ടീനെ നമുക്ക് വേണമെങ്കിൽ നമ്മളതിനെ ടൈം ഫ്രീക്വൻസി ഡിവിഷനിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്കതിനെ വീണ്ടും ടൈം ഫ്രീക്വൻസിയിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അതിനുള്ള ഇക്വേഷനാണ് എച്ച് ഓഫ് ടി എന്ന് പറയുന്നത് ഇവിടെ കാണിച്ചിട്ടുള്ളത്. മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ക്യാപിറ്റൽ എച്ച് ഒമേഗ ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ ടി ഡി ഒമേഗ എന്ന് പറയുന്ന ഇക്വേഷൻ. ഓക്കെ, ഇവിടെ ഒമേഗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2πf ആണ്. ആൻഡ് ഇത് ഓരോന്നും നമ്മളിപ്പോൾ പറഞ്ഞ ആ ഒരു ഇക്വേഷൻ ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നതിൻ്റെ ഡെഫിനേഷൻ വെച്ച് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ഇറ്റ് ഈസ് ദി സമ്മേഷൻ ഓഫ് ഡിഫറെൻറ്റ് ടൈം ഫ്രീക്വൻസീസിലുള്ള സിഗ്നൽസിൻ്റെ സമ്മേഷനാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ അതിനെ നമുക്ക് എന്ത് ചെയ്യാം? ടൈം ഫ്രീക്വൻസീസിലെ ഡിഫറെൻറ്റ് സിഗ്നൽസ് ആക്കി കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോന്നിനെയും നമുക്ക് ഡെൽറ്റ വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ട് അതിനെ ഒരു അഡീഷൻ ഫോർമാറ്റിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കൺവേർട്ട് ചെയ്ത് എഴുതാൻ കഴിയും. അങ്ങനെ കിട്ടുന്ന ഒരു ഇക്വേഷൻ ഫോർമാറ്റാണ് ഇവിടെ ഈ കാണിച്ചിട്ടുള്ളത്. നമുക്ക് തന്നിരിക്കുന്ന എച്ച് ഓഫ് ഒമേഗ എന്നിൻ്റെ നമ്മൾ ഇക്വേഷൻ ഓൾറെഡി ഉള്ള ഇക്വേഷൻ ഇതാണ്. മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എച്ച് ഓഫ് ടി ഇ റൈസ് ടു ഐ ഒമേഗ ഓഫ് എൻ ഓഫ് ടി ഡി ടി. ഇവിടെ എൻ ആയതുകൊണ്ടാണ് ഇവിടെയും എൻ വന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ദി സമ്മേഷൻ ആണ് ഫ്രം കെ equal to 0 to n minus 1 h of k e raised to I omega n t k delta. ഓക്കെ, അതിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ മാറ്റി എഴുതാൻ കഴിയും. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ കോമൺ ആയിട്ടുള്ള ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ ഒരു ഇക്വേഷനും അതെന്താണെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഇനി അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ പ്രോപ്പർട്ടീസ് ഇതാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോപ്പർട്ടീസ്. ദ പ്രോപ്പർട്ടീസ് ഈസ് പീരിയോഡിക്. ഡി എഫ് ടി എന്ന് പറയുന്നത് പീരിയോഡിക് ആണ്. ലീനിയാരിറ്റി, കൺജക്റ്റീവ് സിമെട്രി, കൺജങ്ഷൻ, ടൈം റിവേഴ്സൽ, ഡിലേ, ഫ്രീക്വൻസി ഷിഫ്റ്റ്, മോഡുലേഷൻ, കൺവലേഷൻ ആൻഡ് പാർസേവൽസ് തിയറംസ്. ഇത്രയാണ് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഓഫ്
ഫോറിയർ ട്രാൻസ്ഫോം, ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മിക്കവാറും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്ര സംഭവം സിമ്പിളാണ്. നമ്മൾ പീരിയഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു പെർട്ടിക്കുലർ ടൈം ഇൻ്റർവെൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും അതേ സൈക്കിൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, അതാണ് പീരിയോഡിക് അല്ലേ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ സാധാരണ ഒരു കോളേജ് ടൈം ആലോചിക്കുക. നമ്മുടെ ഒരു കോളേജ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9:30 to 3:30 ആണ്. അതൊരു ദിവസത്തെ, അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഡേ അത് അതേ സമയത്ത് അതേ പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് കോൾഡ് പീരിയോഡിക്. അത് ഒരേ പ്രോസസ്സ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പീരിയോഡിക് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ഞാനതിനൊരു എക്സാമ്പിൾ ഇത് കാണിക്കാം. ഇവിടെ നോക്കാം. ഇവിടെ ഈ ഒരു സിഗ്നൽ, ഇതാണ് നമുക്ക് തന്നിട്ടുള്ള സിഗ്നലാണ്. നിങ്ങൾക്ക് ഈ കാണുന്ന ഇത് നമുക്ക് തന്നിട്ടുള്ള ഒരു സിഗ്നലാണ്. ഇതിന് ഈ സിഗ്നൽ ടൈം ഫ്രീക്വൻസീസിലുള്ളതാണ്. ഇതിനെ നമ്മൾ ഫ്രീക്വൻസി ഡിവിഷനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അത് ഈ ഒരു ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇവിടെ നോക്കുക, ഈ 4 3 2 1 ഈ ഒരു ഫ്രീക്വൻസിയാണ് നമുക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അതേ ഫ്രീക്വൻസി തന്നെയാണ്. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു വീണ്ടും അതേ പ്രോസസ്സ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് കോൾഡ് പീരിയോഡിക്. ഇവിടെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, അത് ഫ്രീക്വൻസി ഡിവിഷൻ 4 3 2 1 വന്നു, വീണ്ടും 4 3 2 1, അങ്ങനെ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, ഈ ഒരു പ്രോസസ്സിനെയാണ് പീരിയോഡിക് എന്ന് പറയുന്നത്. അതായത് ഒരു പെർട്ടിക്കുലർ ടൈം ഇൻ്റർവെൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വീണ്ടും അതേ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് എന്തെങ്കിലും പ്രോസസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു പീരിയോഡിൻ്റെ ഒരു സാമ്പിൾ നമ്മൾ എടുക്കും. ഒരു ഇപ്പോൾ കോളേജിലൊരു ദിവസം അല്ലെങ്കിൽ കോളേജിലെ കുട്ടികളെ കുറിച്ച് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ദിവസത്തെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു വേൾഡ് സെമ്മിലുള്ള കുട്ടികളെ അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ അവരെ ഒരു ദിവസം നമ്മൾ സെലക്ട് ചെയ്യുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദിവസം തന്നെയാണ് റിപ്പീറ്റേഷനാണ് നടക്കുന്നത്. അപ്പോൾ അത് എല്ലാം ചെക്ക് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യാണ്, ഒരു പൊസിഷന് അല്ലെങ്കിൽ ഒരു സാമ്പിൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ആ സാമ്പിളിനെയാണ് നമ്മൾ സാമ്പിളിങ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് സാമ്പിളിങ് ആൻഡ് ക്വാണ്ടൈസേഷൻ എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇനിയിപ്പോൾ വേറൊരു എക്സാമ്പിൾ നമ്മുടെ ഡെയിലിലേക്ക് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇപ്പോൾ ചിലയിടത്ത് മണ്ണ് പരിശോധന, വെള്ളം പരിശോധിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മണ്ണ് മൊത്തം നമ്മളെടുത്ത് കൊണ്ടുപോകണില്ല. അതിൽ ആ ഭൂമിയിലുള്ള ഒരു ചെറിയൊരു ഏരിയയിലുള്ള ഒരു മണ്ണാണ് നമ്മളെടുത്ത് കൊണ്ടുപോകുന്നത്. അതാണ് എന്താ അവിടുത്തെ സാമ്പിള്. ആ മൊത്തം ഭൂമിൻ്റെ പ്രത്യേകതകളുള്ള ഉൾക്കൊള്ളുന്ന അതേ തന്നെ ആയിരിക്കും ബാക്കിയുള്ള ഭൂമിയിൽ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മുടെ അനലൈസിങ്. ഇപ്പോൾ വെള്ളമാണെങ്കിൽ ഒരു കിണറിലെ വെള്ളം, ആ കിണറ്റിലെ വെള്ളം മൊത്തം എടുത്ത് കൊണ്ടുപോയിട്ടാണോ നമ്മൾ ടെസ്റ്റ് ചെയ്യുക? അല്ല, അതെന്ത് ചെയ്യും, ഒരു സാമ്പിൾ എടുക്കും, അതിന് എല്ലാറ്റിനും സെയിം പ്രോപ്പർട്ടീസ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ സാമ്പിൾ സെലക്ട് ചെയ്തിട്ട് അതിനെയാണ് നമ്മൾ ടെസ്റ്റിങ്ങിന് വേണ്ടി കൊണ്ടുപോകുന്നത്. സോ ദാറ്റ് ഈസ് കോൾഡ് പീരിയോഡിക് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കേസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. ഓക്കെ, ഇപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് DFTയിലെ ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് പീരിയോഡിക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അല്ലെങ്കിൽ പീരിയോഡിക് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി. ആ പ്രോപ്പർട്ടീസ് ഓഫ് DFTയിൽ ഫസ്റ്റ് പീരിയോഡിസിറ്റി ഓഫ് പ്രോപ്പർട്ടി. അതെന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സാമ്പിൾ ഇഫ് x of n and x of k, x of n എന്ന് പറയുന്നത് ടൈം ഡൊമൈനിലുള്ളതാണ്, ക്യാപിറ്റൽ X of k എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഡൊമൈനിലാണ്, ആർ n പോയിന്റ് DFT പെയർ, n പോയിന്റ് ഉള്ള DFT പെയർ ആണെന്നുണ്ടെങ്കിൽ x of n plus n is equal to x of n ആയിരിക്കും ഫോർ ഓൾ n. ഇതാണ് അതിൻ്റെ പീരിയോഡ്. അത് എല്ലാം നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒരു സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ അതാണ് എല്ലായിടത്തും അത് തന്നെയാണ് നടക്കുന്നത്. അത് ടൈം ഡൊമൈനിലാണെന്നുണ്ടെങ്കിലും ഫ്രീക്വൻസി ഡൊമൈനിലാണെങ്കിലും സെയിം പ്രോസസ്സ്. സോ x of n plus n is equal to x of n തന്നെ ആയിരിക്കും ഫോർ ഓൾ n. x of k plus n is equal to x of k തന്നെ ആയിരിക്കും ഫോർ ഓൾ k. ഈ ഒരു ഇക്വേഷനൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക തന്നെ വേണം. പീരിയോഡിസിറ്റി പ്രോപ്പർട്ടി അതിൻ്റെ കൂടുതൽ വർക്കിലേക്കും ഇക്വേഷൻസിലേക്കും അതിൻ്റെ പ്രോബ്ലത്തിലേക്കൊന്നും പോകണ്ട. ഇനി അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്കൊരു പ്രോബ്ലം ഇതിനോട് കൂടി അറ്റാച്ച് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് അതൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് പീരിയോഡിസിറ്റി പ്രോപ്പർട്ടി എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അതായത് പീരിയോഡിക് എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാനുള്ളത്. DFT എന്ന് പറയുന്നത് പീരിയോഡിക് ആണ്. ആ പറഞ്ഞ കാര്യത്തിൻ്റെ ഒരു പ്രൂഫാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇവിടെ x of k എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
summation sigma of n is equal to 0 to n minus 1 x of n e raised to minus j 2 n kn divided by capital N. ഇവിടെ ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് സിഗ്നൽസ് ആണ്. നമ്മൾ ആ കണ്ട ഇക്വേഷന് എന്താ പറയുക, എക്സ് ഓഫ് കെ ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് എൻ ആണ് എന്നുള്ളതാണ് നമുക്ക് പ്രൂഫ് ചെയ്യാനുള്ളത്. നോക്കുക, എക്സ് ഓഫ് കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. എക്സ് ഓഫ് കെയും എക്സ് ഓഫ് കെ പ്ലസ് എന്നും ഈക്വൽ ആണ് എന്നുള്ളതാണ് നമുക്ക് പ്രൂഫ് ചെയ്യേണ്ടത്. എക്സ് ഓഫ് കെ കിട്ടിയത് ഇതാണ്. ഈ എക്സ് ഓഫ് കെ പ്ലസ് എൻ ചെയ്ത് നോക്കുക. അപ്പോൾ കെ ഉള്ളിടത്തൊക്കെ എന്ത് കൊടുക്കണം, കെ പ്ലസ് എൻ കൊടുക്കണം അല്ലേ. സോ എൻ ഇസ് ഈക്വൽ ടു 0 ടു n minus 1 എക്സ് ഓഫ് എൻ. കെ വരുന്ന പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മാത്രമാണ് കെൻ്റെ വാല്യൂ വരുന്നത്. സോ മൈനസ് ജെ 2n കെ പ്ലസ് എൻ എൻ ഡിവൈഡഡ് ബൈ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദെൻ ഇതിൽ നിന്ന് എന്നും എന്നും ക്യാൻസൽ ചെയ്ത് പോകുന്നുണ്ട്. ഇനി നമുക്ക് ഫൈനലൈസ് ചെയ്ത് കിട്ടുന്നത് n is equal to 0 n minus 1 x of n e raised to minus j 2n kn divided by n. That is അതിനെ നമ്മൾ n-നെ ഡിവൈഡ് ചെയ്ത് ഈ ഒരു ഫോർമാറ്റിലേക്ക് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 ആണ്. സോ അതെന്ത് തന്നെയാണ്, എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ജെ 2 റേസ് ടു എൻ കെ എൻ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന എക്സ് ഓഫ് കെ തന്നെയാണ്. സോ എക്സ് ഓഫ് കെ എന്ന് പറയുന്നത് എക്സ് ഓഫ് കെ പ്ലസ് എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും സിമിലർ ആണ് എന്ന് നമുക്കിവിടെ പ്രൂഫ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ലീനിയാരിറ്റി പ്രോപ്പർട്ടി ഓഫ് ഡി എഫ് ടി. ഓക്കെ, അപ്പോൾ ലീനിയാരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ആണ് ലീനിയാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് ഹോമോജീനിറ്റി ആൻഡ് അഡിറ്റീവ് പ്രോപ്പർട്ടീസിൻ്റെ ഒരു കോമ്പിനേഷനാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഹോമോജീനിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു പേര് കേട്ടിട്ട് നിങ്ങൾ അത്രയും ബേജാറാവേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു സാധാരണ ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒരു വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്തും കൂടി ചെയ്യണം, അത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും കൂടി അതേ വാല്യൂ വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അത് നമുക്കറിയുന്ന ഒരു കാര്യമാണ്. If multiply with a constant in the input will multiply with the same constant in the output. നമ്മൾ ഒരു കോൺസ്റ്റന്റിനെ ഇൻപുട്ട് സൈഡിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതേ കോൺസ്റ്റന്റിനെ എന്തിലും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം, അതിൻ്റെ ഔട്ട്പുട്ട് സൈഡിലും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് ഹോമോജിനിറ്റി പ്രോപ്പർട്ടി. ഇനി അഡിറ്റീവ് പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടി, ഒരു ഓവറോൾ വാല്യൂ കിട്ടി. ആ ഓവറോൾ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇൻഡിവിജ്വൽ വാല്യൂസിൻ്റെ സമ്മേഷനാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ എക്സാമ്പിളായിട്ട് 8 എന്ന് പറഞ്ഞൊരു വാല്യൂ എടുക്കുക. ആ 8 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ 2 എന്ന് പറയുന്ന വാല്യൂസിൻ്റെ സമ്മേഷനാണ് അല്ലേ. 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 + 2 + 2 + 2 4 2കൾ കൂടി ചേർന്നതാണ് 8 എന്ന് പറയുന്ന വാല്യൂ. അപ്പോൾ അതാണ് അഡിറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റാണ് ലീനിയാരിറ്റി എന്ന് പറയുന്നത്. ലീനിയാരിറ്റി ഈസ് ദി സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. ഇറ്റ് ഈസ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോമോജീനിറ്റി ആൻഡ് അഡിറ്റീവ് പ്രോപ്പർട്ടീസ് ആണ്. ഹോമോജീനിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സൈഡിൽ ഒരു കോൺസ്റ്റന്റ് വാല്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മറ്റേ സൈഡിലും അതേ വാല്യൂ വെച്ച് തന്നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അഡിറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടോട്ടൽ സം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി കോമ്പിനേഷൻ ഓഫ് അല്ലെങ്കിൽ അഡീഷൻ ഓഫ് അല്ലെങ്കിൽ സമ്മേഷൻ ഓഫ് സം ഇൻഡിവിജ്വൽ വാല്യൂസ്. ഒരു കുറച്ച് ഇൻഡിവിജ്വൽ വാല്യൂസിൻ്റെ സമ്മേഷനാണ് എന്നുള്ളതാണ് അഡിറ്റീവ് പ്രോപ്പർട്ടീസിൽ പറയുന്നത്. ഓക്കെ, ഇതതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. a1 of x1 of n. ഇപ്പോൾ നമ്മളൊരു വാല്യൂ ഇവിടെ ആഡ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ വാല്യൂനേറ്റും മൾട്ടിപ്ലൈ ചെയ്യണം. ആ സെയിം വാല്യൂ തന്നെ നമ്മൾ അതിൻ്റെ ഔട്ട്പുട്ട് സൈഡിലും കൊടുക്കണം. ഇപ്പോൾ കെ വെച്ചിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ n ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ടോട്ടൽ സം എന്ന് പറയുന്നത് കുറച്ച് ഇൻഡിവിജ്വൽസിൻ്റെ സമ്മാണ് എന്നുള്ളതുമാണ് ഈ ലീനിയാരിറ്റി പ്രോപ്പർട്ടീസിൽ പറയുന്നത്. ഇനി അതിൻ്റെ പ്രൂഫ് നമ്മൾ കാണിക്കുന്നുണ്ട്. DFT is equal to x of n. നമുക്ക് ഈ രീതിയിൽ എഴുതാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. x equal to n equal to 0 n minus 1 x of n w n k n. ഇവിടെ x of n is equal to a x1 of n b x2 of n. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഈ രീതിയിൽ എഴുതി സമ്മേഷൻ്റെ ഫോർമാറ്റിലേക്ക് എഴുതുകയാണെങ്കിൽ n equal to 0 n minus 1 അങ്ങനെ എത്ര n വരുന്നോ അത്രയും n വെച്ചിട്ട് നമ്മൾ ആഡ് ചെയ്യും അല്ലേ. Then 0 less than or equal to k less than or equal to n minus 1 and sometimes the linearity property നമുക്ക് ഈ രീതിയിലും എഴുതാൻ കഴിയും. അപ്പോൾ linearity property എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. അത് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളാണ്.
അതിൽ അഡിറ്റീവ് ആൻഡ് ഹോമോജീനിറ്റി ആണ് വരുന്നത്. ഹോമോജീനിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ആർ മൾട്ടിപ്ലൈ വിത്ത് എ കോൺസ്റ്റൻറ്റ് ആൻഡ് ഇറ്റ് ഷുഡ് ബി മൾട്ടിപ്ലൈഡ് വിത്ത് ദി അനദർ സൈഡ് ഓഫ് ദി റിസൾട്ട്. അഡിറ്റീവ് ആവുന്ന സമയത്ത് ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും.